ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഇന്ന് നമുക്ക് കസ്റ്റാർഡ് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കസ്റ്റാർഡ് ഹൽവ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഈ കപ്പിന് 1 കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് തന്നെ 2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ 6 സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് എത്രയും ഈസിയും ടേസ്റ്റിയുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ കസ്റ്റാർഡ് ഹൽവ തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. ആദ്യം നമുക്ക് ഒരു പാത്രം എടുക്കണം. അതിനകത്തേക്ക് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇതിനൊരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് നമ്മൾ കുറുക്കിയെടുക്കണം. അതായത് പഞ്ചസാര സിറപ്പാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് സിറപ്പ് മാറ്റി വയ്ക്കാം. കസ്റ്റാർഡ് പൗഡറിൽ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ആക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പൊടി എടുത്താൽ നമ്മൾ ഒരു 3 കപ്പോളം എങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ആകാനായിട്ട്. ഇത് നമ്മൾ ഇളക്കുമ്പോൾ മിക്സായിട്ട് വെന്ത് വരണം. അതിനായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഇത് നല്ല തിക്കാക്കി എടുക്കണം സ്റ്റൗവിന്മേൽ വെച്ച്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കാം. ഇപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡർ മിക്സാക്കി വെള്ളം ഒഴിച്ച് മിക്സാക്കി ഞാൻ സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇത് നല്ല തിക്കായിട്ട് വരണം. അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിറപ്പ് നമുക്ക് കുറേശ്ശെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരു 15 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ ഇളക്കണം. ഇനി നമുക്ക് നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഹൽവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സെറ്റാക്കാൻ വെച്ചിരിക്കുന്ന ബോക്സിലോട്ട് നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രം, നെയ്യൊക്കെ പുരട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇനി കൂട്ടൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ സെറ്റാകുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തണുത്തിട്ട് നമുക്കിതെടുത്ത് കട്ട് ചെയ്യാം. നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ഹൽവ നന്നായിട്ട് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഹൽവ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. നോക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഹൽവയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയും വേണം. താങ്ക്